ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഇന്നൊരു വചനം വായിച്ചു കേൾക്കാം. ഫിലിപ്പിയരുടെ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു ലേഖനം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ഇത് ഏത് സാഹചര്യത്തിലാണ് പൗലോസ് ശ്ലീഹ എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്താണ്. അതിൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നസ്രായനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തിയാണ് പൗലോസ്. പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നീടുള്ള ലേഖനങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ വെളിപ്പാടുകൾ കിട്ടിയതും വിശുദ്ധ പൗലോസ് ശ്ലീഹായ്ക്ക് തന്നെയാണ്. കാരണം നസ്രായന്റെ ആ ഒരു സ്നേഹം അത്രയും ആഴത്തിൽ അറിഞ്ഞു, അല്ലെങ്കിൽ നസ്രായൻ എന്താണ് എങ്ങനെയാണെന്ന് അറിഞ്ഞു. പിന്നെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പൗലോസ് ശ്ലീഹയിലൂടെ നസ്രായൻ നമ്മളോട് സംസാരിക്കുമ്പോൾ, കാരണം നമ്മൾ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകേണ്ടവരാണ്, അല്ലെ? ഏത് പ്രതിസന്ധിയായാലും നമ്മൾ കടന്നു പോകേണ്ടവരാണ്. പക്ഷെ നസ്രായനെയാണോ ആശ്രയിച്ചിരിക്കുന്നത്? അതിനെ നമ്മൾ അതിജീവിക്കും. ബൈബിളിൽ വായിക്കും. ബൈബിൾ ആദ്യം മുതൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചവരാരും ലജ്ജിതരായി പോയിട്ടില്ല. ഹല്ലേലൂയ. കാരണം നമ്മളെ സഹായിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ പ്രതിസന്ധികളെ നമ്മളെ അതിജീവിക്കാൻ നസ്രായൻ ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ്. അത്രത്തോളം ക്രൂശ് മരണത്തോളം അവന്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു, അല്ലെ? നമുക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും വലിച്ചു വരെ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ഭയങ്കരമായിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമ്മളൊന്നും ചെയ്യേണ്ട. എന്റെ കർത്താവിന് സർവശക്തനായ ഒരു ദൈവം എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഈ അവസ്ഥയിൽ ഞാൻ കടന്നു പോകും, അല്ലെങ്കിൽ ഇത് ഞാൻ ജയത്തോടെ തന്നെ ഇതിനെ ഞാൻ അതിജീവിക്കും എന്ന് നമ്മൾ ആ ദൈവത്തിൽ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവിന്റെ അടുത്ത് വന്നവരോട് ഇത്രയും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വിചാരത്തിലൂടെ, ഭാരത്തിലൂടെയോ പ്രതിസന്ധികളിലൂടെയാണോ കടന്നു പോകുന്നതെങ്കിൽ ഒരു നിമിഷം നമുക്ക് നമ്മുടെ നസ്രായന്റെ കയ്യിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നേ നമ്മൾ ആ വിഷയത്തിൽ നിന്നും വെളിയിൽ വരും. കാരണം വാക്കുമാറാത്ത ഒരു ദൈവമാണിത്. നസ്രായൻ ആരെയും കൈവിട്ടിട്ടില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായി പോയിട്ടില്ല. അവരുടെ മുഖം പ്രകാശിതമായിട്ടേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.